സമയം ഇപ്പൊ തന്നെ 5:30 ഇത്ര പെട്ടെന്ന് നേരം പോണു. ഇന്ന് ഡോറൊക്കെ ലോക്കാക്കി വെച്ചിട്ടുണ്ടല്ലേ. എവിടെയായിരുന്നു ഷബിക്ക? മനുഷ്യൻ എത്ര ദൂരത്തുനിന്ന് നടന്നു വരുന്നത്? നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തോണ്ടിരിക്കുന്നേ? ഇല്ല, ഞാൻ ബാത്റൂമിലായിരുന്നു. ഒരു ബാത്റൂമിൽ ഇരിക്കുന്ന മനുഷ്യന് മതിയായി നടന്നു വന്നിട്ട്. അല്ല, ഇന്നെന്താ നീ നേരം വൈകിയപ്പോ? ഇന്ന് നേരം വൈകുന്ന പറഞ്ഞാൽ ബസ് കിട്ടണ്ടേ? ആശുപത്രിയിൽ എന്ത് തിരക്കായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും പനിയും ചുമയായിട്ട് അതന്നെ ഒന്ന് നേരം വൈകി. ഭയങ്കര തലവേദന. എനിക്ക് ഒരു ഗ്ലാസ് ചായെങ്കിലും വെച്ച് തരുമോ? ഞാൻ ചായ വെക്കാം. എന്താ ഇതിന്റെ ഉള്ളിൽ കിടക്കണ കോല്? ഈ നേരം വരെ ഈ സെബിക്കാക്കി തുണികളൊന്നും മടക്കി വെക്കാനായിട്ടില്ലേ? ഇതൊക്കെ രാവിലെ ഞാൻ മെഷീനിൽ ഇട്ടിട്ട് പോയതാണല്ലോ. എടുത്ത് ഇവിടെ മാത്രം വെച്ചിട്ടുണ്ട്. എന്താ കാട്ടണ ഈ വീട്ടില്? അല്ല സെബിക്കാക്ക് ഈ വീട്ടില് വെറുതെ മൊബൈല് നോക്കി ഇരിക്കണ നേരം ഉണ്ടെങ്കിൽ ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ? അല്ല, ഇന്ന് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എന്ത് തലവേദന? 4 തുണി മടക്കി വെക്കാനാണോ അപ്പൊ തലവേദന വന്നിരിക്കുന്നത്? മനുഷ്യന് എന്തോരം പണികൾ കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് ഒന്ന് കേറി വരുന്നത്. പോണതിന് മുമ്പ് തന്നെ ഇവിടെ അത്യാവശ്യം പണികൾ ചെയ്തിട്ട് തന്നെയല്ലേ എല്ലാം ചെയ്തിട്ട് പോണത്. അവര് പോകുമ്പത്തിന് സെബിക്കാക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയല്ലേ പോണത്. ഇത്രയും തിരക്കുകളുടെ അടിയിൽ അതെങ്കിലും കുറച്ച് മനസ്സിലാക്കിയിട്ട് സെബിക്കാക്ക് ഇവിടെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്ത് വെച്ചൂടെ? എന്താ ഇപ്പൊ ഇവിടെ സെബിക്കാക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പണികൾ? ആ തുണികളൊന്നും എടുക്കണം, മടക്കി വെക്കണം, അതന്നെയല്ലേ ചെയ്യുന്നുള്ളൂ. ഈ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കണ നേരത്തെ അതൊന്നും ചെയ്ത് വെച്ചൂടെ സെബിക്ക? നീ എന്റെ അവസ്ഥ മനസ്സിലാക്കി. എന്താ അവസ്ഥ? ഇന്ന് വയ്യാഞ്ഞിട്ട് തല കറങ്ങിയിട്ട് എനിക്ക് തല പൊന്തിയിട്ട് തല വേദനിച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിലേ എല്ലാ വേദനകളും വരും. മനുഷ്യനൊന്ന് സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയല്ലേ നിങ്ങളൊക്കെ ഒന്നിനും പോട്ടെ ഞാൻ പോയിട്ട് ഉണ്ടാക്കി വന്നോളാന്ന് പറഞ്ഞിട്ട് ഇരുത്തുന്നത്. അതെങ്കിലും കുറച്ച് മനസ്സിലാക്കി കൂടെ സെബിക്കാക്ക്? മനുഷ്യന് എന്തോരം പ്രഷറാന്നറിയോ അവിടെയൊക്കെ കിട്ടുന്നത്. അതിനനുസരിച്ചിട്ട് നിങ്ങളും ഇവിടെ നിൽക്കുക. എന്തോ ചെയ്തോളൂ, എല്ലാം ചെയ്തിട്ടിരിക്കാൻ തന്നെ നമുക്ക് യോഗം തോന്നുന്നുണ്ട്. എന്തിനാ സാലിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയണത്? ഇപ്പൊ അടുത്തായിട്ടല്ലേ ഞാൻ പണിക്ക് വേണ്ടിരുന്നത്. ഇത്രയും കാലം ഞാൻ ബാങ്കിലൊക്കെ പണി ഉണ്ടായിരുന്നല്ലേ. എന്നെ കുത്തിക്കാണിക്കാണോ? ഞാൻ സെബിക്കാനും കുത്തിക്കാണിക്കാനും ഒന്നിനും നിന്നിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ടാണ്. ഉള്ള പണികളൊന്നും ചെയ്ത് വെച്ചൂടെ? എനിക്കൊരു ഹെൽപ്പ് ആക്കിക്കൂടെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇല്ലാണ്ട് ഇപ്പൊ അതില് കൊമ്പില് പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നും ഇല്ല സെബിക്കാക്ക്. സഹായിക്കാഞ്ഞിട്ടൊന്നുമല്ലല്ലോ, ഇത്രയും ദിവസം ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്. ചെയ്ത് തരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ എനിക്ക് ഹെൽപ്പ് ആക്കി നിൽക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പോയി ഇതിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിൽക്കുന്നവരെ. ശരി സാറേ, എന്തായാലും ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ എനിക്ക് തീരെ വയ്യനും പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. ചുമയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ലീവ് പറയില്ല. എന്തായാലും ഞാന് ഒരു ബുധനാഴ്ച ആകുമ്പത്തിനും കയറാം ഇൻഷാല്ലാ. ശരി എന്നാ സാറേ, ഞാൻ വിളിക്കാട്ടോ അങ്ങോട്ട്. ആരാ ഫോണിൽ സംസാരിക്കണേ? അത് ഓഫീസിൽ നിന്നാണ്. ഞാനൊരു 2 ദിവസത്തിന് ലീവ് പറയായിരുന്നു. അല്ല, എനിക്ക് ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ പനി വരുന്ന പോലെ ഉണ്ട്. അപ്പൊ പിന്നെ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോവാലോ എന്ന് വെച്ചു. വയ്യേനും അവിടെ വർക്കും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മെഡിസിൻ എന്തെങ്കിലും വേണ്ട. നാളെ അപ്പൊ ലീവ്. ഞാൻ വീട്ടിലുണ്ടാവും പറയാൻ മറന്നു. നാളെ ലീവ് ആണെങ്കിൽ റെസ്റ്റ് എടുത്തോ. ഇപ്പോഴത്തെ പണിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല, ഇപ്പൊ പണി എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ലല്ലോ. നമ്മൾ 2 പേരനല്ലേ ഉള്ളൂ. നാളെ ഉച്ചക്കത്തേക്ക് വേണമെങ്കിൽ മീനുണ്ട്, അതെന്തേലൊക്കെ ചെയ്യാം. പിന്നെ അതെന്തേലും സെബിക്ക് അതിനനുസരിച്ച് ചെയ്താ മതി. എനിക്കിപ്പം തല വരുന്നില്ല. ചായ കൊടുന്നില്ലല്ലോ. ഞാൻ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ഫോണിൽ സംസാരിക്കാൻ എന്താന്ന് അറിയാണ്ടി വന്നതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒക്കെ നോക്കിക്കോളാം. റെസ്റ്റ് എടുത്തോ നാളെട്ടാ. ശരി. നിന്റെ ഒരുങ്ങൽ ഇനി കഴിഞ്ഞില്ലേ? വേഗം ഒരുങ്ങ്, പോണ്ട നമുക്ക്. എന്റെ കഴിഞ്ഞു പോവാ. പക്ഷെ അവിടെ ചെന്നിട്ട് 2 ദിവസം മോന്റെ കൂടെ നിക്കണം കേട്ടാ. ചെന്നതും പോവാ പരപ്പിട് പറയണ്ട. നമ്മൾ 2 ആളും കുട്ടിയുടെ കൂടെ 2 ദിവസം നിന്നിട്ട് വരാം. എന്റെ കഴിഞ്ഞു പോവാ. എന്തായാലും മോന്റെ അടുത്ത് പോകണമെന്ന് എനിക്കുണ്ട് ആഗ്രഹം. പോയിട്ട് കൊറേ ആയില്ലേ. അപ്പൊ എന്തായാലും 2 ദിവസം നിക്കാം നമുക്ക്. വേഗം ഒരുങ്ങ്, പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോണ്ടേ. ആരെയും വിളിക്കണേ? ഹലോ ഇക്ക, ഞാനാണ് ഷഹീറാണ്. ഷീറേ, പറയടാ.
ആയിക്കാ ഉമ്മ ഇപ്പൊ അവിടെ എത്തിണ്ടാ? ആരും ഉമ്മയോ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഉമ്മ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയില്ലേ? കുറച്ചേരം ഇറങ്ങിയിട്ട് കട എടുക്കാൻ കണ്ടിട്ട് പോന്നതാ, ഇതിലേക്ക് എത്തിയില്ലേ? ചേട്ടാ അവര് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നാ ശരിക്കാ, അവരവിടെ എത്തിയ വിളിക്കണേ. കുറച്ചേരം ഇറങ്ങിയിട്ട് എന്തായാലും വിളിക്കണേ എത്തിയാ. ശരി. കുഴപ്പമില്ല, ഞാനേ അവരെത്തിക്കഴിഞ്ഞാ നിന്നെ വിളിക്കാട്ടാ. ശരി എന്നാട്ടാ. ഓക്കെ എന്നാ ശരി. ശരിക്കാ, ശരി എന്നാ. സാരിക്കുട്ടി അതേ ഷെബിക്കാനെ ഞാൻ വിളിക്കണം എന്ന് വെച്ചിട്ടിരിക്കുന്നു. എന്തേ? ഇന്നിപ്പോ എന്തായാലും എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നമുക്ക് ഉച്ചക്ക് ഭക്ഷണം പുറത്ത് എവിടെയെങ്കിലും പോയി കഴിച്ചാലോ? ഞാനേ ഒരു കാര്യം പറയേണ്ടി വന്നാ. എന്തേ? ഇപ്പൊ അനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഷഹീറ എന്നെ കാണാൻ വരുന്നുണ്ട് അത്രേ. ഉമ്മയും കാണാൻ വരുന്നുണ്ട്. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? മനുഷ്യനൊന്ന് സമാധാനത്തിൽ ഒരു ദിവസം ഇരിക്കാന്ന് വെച്ചാ അതിന്റെ ഇടയില് കേറി വരികയാണ് ഇങ്ങോട്ട്. അവർക്കറിയില്ലല്ലോ സാലിക്കുട്ടി ഇന്ന് ലീവാന്ന്. വയ്യാത്തോണ്ടല്ലേ സിബിക്ക ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പൊ എന്തിനാ അവരും കൂടി ഇങ്ങോട്ട് വരാൻ നിക്കണത്? വന്നിട്ട് ഇന്ന് പോകുവോ? ഞാൻ സമാധാനത്തിൽ ഇരിക്കാൻ വിടൂല. അവര് കൊറേ ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്, ഒന്ന് കാണാൻ വരുമോ? അതിന് മാത്രം ഇപ്പൊ നിങ്ങക്ക് എന്താ കുറവ് ഇവിടെ? നിങ്ങളെ കാണാൻ മാത്രം വരാന് എന്നിങ്ങനെയൊക്കെ സംസാരിക്കണം. ഉമ്മ ഇപ്പല്ലേ എന്റെ. വന്നിട്ട് പോയിക്കോട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, ഇനി അവര് വന്നൂന്ന് വെച്ചിട്ട് വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കാനും നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. മനുഷ്യരൊന്ന് സമാധാനത്തിൽ ഇരിക്കാന്ന് വെച്ചിട്ടാണ് 2 ദിവസം ലീവ് പറഞ്ഞിട്ടിരിക്കണത്. നിനക്ക് വയ്യാന്ന് പറയാലോ. നീ ഒന്ന് വെക്കാനൊന്നും നിക്കണ്ട. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാന്ന്. പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇനിയിപ്പൊ എത്ര ദിവസം പിടിച്ചിരുത്താനാണ്? വരികയാണെങ്കിൽ വന്ന് കാര്യം പറഞ്ഞിട്ട് അവര് പോട്ടെ. അല്ലാണ്ട് നിങ്ങൾ ഇരിക്കുന്നോ ഇതാക്കുന്നൊന്നും പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ നിന്നാ പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിയമാതിരി വിളിച്ച് പറയും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവര് വന്നാൽ നിക്കുന്നില്ല, 2 ദിവസം നിക്കുന്നില്ല, ചിലപ്പോ തന്നെയല്ലേ. മനുഷ്യന് സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങടെ മാറി താമസിക്കുന്നത്. അതിന്റെ ഇടയിൽ വന്നോളൂ ആഴ്ചക്ക് മാസത്തിന് ഒരിക്കലേക്ക്. എനിക്ക് പറയാൻ പറ്റുമോ എന്റെ ഉമ്മ എന്റെ അടുത്ത് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഉമ്മയിപ്പല്ലേ നിന്നെ കൂടി ഒന്ന് കാണാൻ വേണ്ടി വരുന്നില്ല. തലവേദന ഉണ്ടാക്കിത്തരാണ് സബിക്കൊന്ന് പോവുക. അവര് വരുമ്പോഴല്ലേ വരട്ടെ, എന്നിട്ടല്ലേ. എന്റെ മോനെ കണ്ടിട്ട് കൊറേ നാളായി. അപ്പൊ ഉപ്പ പറഞ്ഞു ഒന്ന് പോയിട്ട് വരാ പറഞ്ഞിട്ട്. അവളെവിടെ? അമ്മ ഇരിക്കുമ്പോ എവിടെ? സാലിക എവിടെ? ഹരി അവിടെ ഉണ്ട്. ഷഹീർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാ മോനെ? വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ. അപ്പൊ അവനാ പറഞ്ഞത് അവൻ ഞങ്ങള് വരുമ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് പോയിക്കായിരുന്നു പിള്ളേരായിട്ട് കളിക്കാന്. അപ്പൊ പിന്നെ ഇനിയിപ്പോ അവൻ വന്ന് പറയാനെന്നാ ഒരുപാട് നേരമാകും. പിന്നെ തലേദിവസം രാത്രി പറഞ്ഞായിരുന്നു കണ്ടിട്ട് പോണ്ട് ഈ വരുന്നാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞില്ല ഞങ്ങൾ പോയിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. എവിടെ മോനെ? സാലിക്കുട്ടിക്ക് എടുക്ക? ഇല്ലമ്മ അവിടെ ഉണ്ട്, ഞാനിപ്പോ വിളിക്കാം. ഇന്ന് പോയില്ലേ അപ്പൊ അവള്? ഇന്ന് പോയില്ല, വയ്യാന്ന് പറഞ്ഞു. കൊറേ നാളായില്ലേ വന്നിട്ട്. മക്കള് പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. പിന്നെ നമ്മളവിടെ വെറുതെ ഇരിക്കല്ലേ, എന്നാ പിന്നെ പോയിട്ട് വരാന്ന് ഉപ്പാനോട് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് വന്നതാ. അവിടെ ആള് ഒന്നുമില്ല. എന്നാലും നിങ്ങളൊന്ന് കാണണ്ടേ? നിങ്ങക്ക് ഞങ്ങളെ കാണണമെന്നില്ല, ഞങ്ങക്ക് അതുപോലെ നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ഈയിടെയായിട്ട് ജോലിയൊക്കെ പോയതിനു ശേഷം സാലിക്കുട്ടിയാണെങ്കിലും രാവിലെ നേരത്തെ എണീറ്റിട്ട് ജോലിക്ക് പോകും. പിന്നെ ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനാ. കറിയാണെങ്കിലും എല്ലാം കാര്യങ്ങളും നോക്കണത് ഞാനാ. പിന്നെ അതുകൊണ്ടാ എനിക്ക് പുറത്തേക്കൊന്നും വരാൻ പറ്റാത്തത്. എനിക്ക് ഓർമ്മയുണ്ട് അങ്ങോട്ട് വരണം എന്നൊക്കെ ഉണ്ട്. എന്താ ഉപ്പാന്റെ വിശേഷം? എന്താ സുഖം തന്നെയല്ലേ? സുഖമാണ് മോനെ. എനിക്കോ? സുഖമായിട്ട് പോണപ്പാ. പിന്നെ ജോലിയൊന്നും ആയിട്ടില്ല, കൊറേ ആയില്ലേ. അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. ക്ഷീണായ്മ അതിന്റെ ഇടയ്ക്ക് പനിയും പിടിച്ചു ഇവിടെ. പിന്നെ ആരും ഇല്ലല്ലോ എന്റെ കാര്യങ്ങളും നോക്കാൻ. ഞാൻ തന്നെ സാലി പോയി കഴിഞ്ഞ് പിന്നെ ആവി പിടിക്കലും വയ്യെങ്കിലും അടക്കമൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഒറ്റയ്ക്ക് തന്നെ വയ്യ. എവിടെമ്മ ലീവ്? ഇത്രയും ദിവസം പണി അവിടെ പോയാലും ഭയങ്കര പ്രഷറാണ്, പണിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ പറയും. ഒന്ന് ലീവ് കിട്ടിയപ്പോ ഒന്ന് കിടക്കാൻ വേണ്ടിട്ടേ വയ്യാത്തോണ്ട്. പണിയും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പലതും പറഞ്ഞാലും എന്റെ മോൻ കേട്ട് നിൽക്കേണ്ട അവസ്ഥ എത്തിപ്പോയില്ലേ. ഇടയ്ക്കൊന്ന് ഫോണെങ്കിലും വിളിച്ചൂടെ? സംസാരിക്കല്ലോ ഉമ്മാടൊപ്പോടും. അത് ഇവിടുത്തെ സാഹചര്യങ്ങള്. ഉമ്മ ഇപ്പൊ ഇരിക്കേ, ഞാനേ സാലീനെ വിളിക്കാം. ഇരിക്കേ. നമ്മള് വന്നിട്ട് ഇപ്പൊ ഇത്ര നേരായില്ലേ?
ഒന്ന് എണിച്ച് വന്നാ നോക്കി. അതാണ് ജോലിക്ക് വിട്ടാലേ ജോലിക്ക് പോയിട്ടേ ക്ഷീണായിട്ട് എന്ത് കിടക്കുന്നുണ്ടാവും. ക്ഷീണം. ആണുങ്ങള് വീട്ടിലിരുന്ന് പെണ്ണുങ്ങളെ ജോലിക്ക് വിട്ടാനുള്ള അവസ്ഥ തന്നെ. ആണുങ്ങൾക്കും വില ഉണ്ടാവില്ല, ആണുങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും വില ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. നമ്മൾ വന്നിപ്പോൾ എത്ര നേരമായി. മോളൊന്ന് എണിച്ച് വരിക അമ്മ ഉപ്പാന്ന് പറഞ്ഞിട്ട് വന്നാ. അതേസമയം നമ്മളെ മോൻ്റെ കൈപ്പാടാകട്ടെ നേരത്തെ വന്നിട്ടുണ്ടാവും. ഉമ്മ എപ്പോൾ വന്നു ഉപ്പ എപ്പോൾ വന്നു വന്നിട്ട്. ഹരിക്കുട്ടി, ഉമ്മ ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് വായോ. അവര് വന്നോ വന്നോട്ടെ, അതിനെന്തിന് ഞാൻ അങ്ങോട്ട് വരുന്നേ. അല്ല അവര് ചോദിച്ചു സാലിനെ. എന്നെ ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വന്നു നിന്നിട്ട് എന്താ പെണ്ണ് കാണാനാണോ വന്നിരിക്കുന്നത്? അതിനൊന്നും ഇല്ലല്ലോ വന്നിരിക്കുന്നത്. അന്ന് അവർക്ക് കാര്യം പറയാനുള്ള പറഞ്ഞിട്ട് അവര് പോട്ടെ. അവർക്ക് ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്ക്. ഞാൻ അവിടെ ഒന്നും നിക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ സാരി ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് വയ്യ അവരെ മുന്നിൽ വന്നിട്ട് നല്ല മരുമകളെ പോലെ ചമഞ്ഞ് നിൽക്കാനൊന്നും. എനിക്ക് അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയിക്കണ്. മനുഷ്യനൊന്ന് ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് വിക്കാന്റെ ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ട് സൽക്കരിച്ചിട്ട് വിരുന്നിട്ടാൻ വേണ്ടിട്ടല്ല. അവരോട് ചെന്ന് പറയ് എനിക്ക് വയ്യാന്ന്. അവർക്കുള്ള സ്നേഹം പോലും സാലിക്കുട്ടി ചെറുതായിട്ടൊന്ന് കാണിക്കേ. അവര് വന്നത് മോളെ എവിടെയെന്ന് ചോദിച്ചില്ലേ? ഷെബിക്കാനോട് ഞാൻ ഒരു വട്ടം പറഞ്ഞില്ലേ, അത് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് വയ്യാന്നാണ് പറയാ. എനിക്കിപ്പൊ അങ്ങോട്ട് വരാൻ സമയമില്ല, എനിക്ക് ഒന്നാമത് തോന്നുന്നുമില്ല. ശരി, ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് അവരൊന്ന് കാണുക. അത് ഇത്രയും ദൂരം കാണാൻ വേണ്ടി വന്നല്ലേ. ഷെബിക്കാക്ക് എന്താ പറഞ്ഞാ മനസ്സിലായി. എനിക്ക് വയ്യെന്ന് ചെന്ന് പറയ അവരോട്. ഇത് വല്ലാത്തൊരു കഷ്ടായി. നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് അവരോട് പൊയ്ക്കോളൂ. ഇതിലിപ്പോ എന്നെ കാണാൻ വേണ്ടിട്ട് പ്രത്യേക സ്നേഹത്തിലൊന്നും ആരും വന്നിട്ടില്ല. അതൊക്കെ വെറുതെ ഓരോ വാക്കുകൾ തന്നെയാ. എനിക്കത് അറിയാനിട്ടൊന്നുമില്ല. ഇവിടെ വന്നിരിക്കണത് എന്തുകൊണ്ടാന്നുള്ളതൊക്കെ നിങ്ങൾ മറന്നാ. ഞാൻ മറക്കില്ല ഈ കാര്യങ്ങളൊന്നും. ഞാനിപ്പോ അവരോട് എന്താ പറയാ? എനിക്ക് വയ്യാന്ന് പറഞ്ഞു. എനിക്ക് വയ്യാന്ന് ചെന്ന് പറയും. അത് ഞാൻ വന്ന് പറയണം എനിക്ക് വയ്യ, നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചെന്ന് പറയണം? അത് വേണ്ടല്ലോ, അത് മോശമല്ലേ? ഒക്കെ ചെന്ന് പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ഇത്തിരി കൂടുതലാണ് കേട്ടാ. പാവുണ്ട് ഉമ്മയ്ക്ക്, പ്രായമായ ആൾക്കാരല്ലേ. എന്തിനും ഇങ്ങനെയൊക്കെ ഇത്രയും വിഷമപ്പെടുത്തിയതൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ എന്റെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മാ, സാലി വയ്യാണ്ട് കിടക്ക. 2-3 ദിവസമായില്ലമ്മാ. ഇപ്പൊ ഓഫൊന്നും ഇല്ലാണ്ട് ഡ്യൂട്ടിയായി. അതുകൊണ്ട് ഭയങ്കര തലവേദനിക്കുന്ന പറഞ്ഞിട്ടേ കിടന്നുകൊണ്ടിരിക്കുക. കിടന്നോട്ടെ മോനെ, കുഴപ്പമില്ല, സാരില്ല. കൊറേ ദിവസമായില്ലേ മോനെ നിന്നെ ഒന്ന് കണ്ടിട്ട്, നിങ്ങളെ കണ്ടിട്ട്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു വന്നതാ. അത് സാരില്ല, കിടന്നോട്ടെ. മോനെ കണ്ടില്ല എന്നാ പിന്നെ നമുക്ക് വല്ല ഇറങ്ങാം. ഇല്ല വേണ്ടമ്മ, ഇരിക്കേ. ഇല്ല മോനെ, ഞങ്ങൾ പോട്ടെ. അപ്പൊക്കെ ഇവിടെ എന്തോ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ചെന്നാല് കുറച്ച് പണിയുണ്ട്. ഇല്ല, അതിന് നിങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. ഒന്നും കഴിച്ചൂല, ഒന്നും കുടിച്ചൂല. സാരില്ല, നീ വരാലോ. വരാലോ, സമയമുണ്ടല്ലോ. എണിച്ചാ പറയൂട്ടാ. ഞാൻ പറയാം. എന്തേലും കുടിച്ചിട്ട് പോവാമാ. ഞാൻ അഞ്ഞൂറ് ദിവസം വരാം. ഒരു ദിവസം ഇരുന്നിട്ട് പോകാൻ പോലെ വരാം. ശരീരമൊക്കെ നോക്ക്, നന്നായി ക്ഷീണിച്ചിക്കണു. ശരി. നീ ഇവിടെ ഉണ്ടല്ലേ? ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? എന്ത് സമാധാനം? എന്റെ ഉമ്മ ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് കാണാണ്ട് എത്ര വിഷമിച്ചിട്ടാണ് അവര് പോയത്. എന്നെ കാണാൻ പിന്നെ ഇത്രയും കാണാനല്ലല്ലോ വന്നിക്കണത്. പിന്നെ എന്തിനപ്പൊ നിങ്ങൾക്ക് ഇത്ര? അതെ, എനിക്ക് വിഷമമുണ്ട്. എന്റെ ഉമ്മയിപ്പാണ് ഇത്രയും ദൂരം അവര് വന്ന് ഒന്ന് കണ്ടിട്ട് പോവാൻ വെച്ചല്ലേ വന്നത്. നിന്റെ ഉമ്മയിപ്പാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ പെരുമാറുവോ? പറയ്. ഞാനും ഒരു ദിവസം ലീവ് എടുത്ത് ഇരിക്കുകയല്ലേ. ഇതിലിപ്പോ നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ബോധിപ്പിക്കും. ഞാൻ തന്നെ എത്ര വട്ടം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആയിക്കോട്ടെ, ലീവ് എടുത്തതൊക്കെ ശരി, മനസ്സിലാവുന്നുണ്ട്. ഒന്ന് അവര് വന്ന് എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷം, എന്തൊക്കെയുണ്ട് ഉപ്പ വിശേഷം എന്ന് ചോദിക്കണേല് വലിയ സംഭവം ഒന്നും ആയി പോവില്ല. അതെ, കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക, കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കേ. മനസ്സിലാക്കാണ്ട് ചിന്തിക്കാണ്ടൊന്നും ഇല്ലല്ലോ. എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എന്താ വലിയ പ്രശ്നമായിട്ടുള്ളത്? ഷെബിക്കാക്ക് അതിൽ തല പോണ കാര്യങ്ങളുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്കതൊന്നും വലിയ വിഷയമല്ല. അതെ, ഇവിടെ ഞാൻ സമ്പാദിക്കുന്നില്ലല്ലോ, എനിക്ക് പണിയും ഇല്ല തൊരവും ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ നാളെ തന്നെ ഒരു പണി നോക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്കുക. ഒരു പണിക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യ വെള്ള പടാപ്പാടൊക്കെ പെട്ടിട്ട് കൊണ്ടുവന്ന് തരുമ്പോഴല്ലേ നിങ്ങൾക്ക്. അതെ, ഇത് പറയണോ? ഇത് ഞാൻ ഇത് കേക്കണം. പണിയേ തപ്പിയിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ ഞാൻ ഈ കിടന്ന് ഇത്രയും വിഷമിക്കുന്നത്. എവിടെയൊക്കെ ഞാൻ നല്ലപോലെ ജോലി എടുത്തു തന്നെയല്ലേ ബാങ്കില്. ഇപ്പൊ എന്തോ 1-2 വർഷമായിട്ട് എനിക്ക് പണി കിട്ടുന്നില്ല. ഞാൻ പഠിച്ച ജോലിക്ക് എനിക്ക് പണി കിട്ടുന്നില്ല. അതെന്റെ തെറ്റല്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെ നല്ലൊരു ജോലി കിട്ടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാലും ഞാൻ ഈ കുടുംബത്തെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കന്നല്ലേ പോണത്. നിന്നെ ഇതുവരെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ചീത്തവാക്ക എന്തേലും ഞാൻ പറഞ്ഞിട്ടുണ്ടാ? എന്റെ ഉമ്മ ഇപ്പൊ ഒന്ന് കാണാൻ വന്നപ്പോ നിനക്കൊന്നും അവരൊന്ന് കാണാനൊരു സമയമില്ല അല്ലേ? ഇതൊക്കെ വല്ലാത്ത കുറച്ച് കൂടുതലാണ് കേട്ടാ.
മനുഷ്യന് സഹിക്കണതിലൊക്കെ ഒരു പരിധിയുണ്ട്. വേണ്ടാന്ന് വെക്കുമ്പോ തലേന്റെ മേലെ വന്ന് കയറി ഇരിക്കരുത്. നിന്റെ ഉമ്മ ഉപ്പയാന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണിക്കോ? ഇല്ലല്ലോ. അയ്യോ ഉമ്മ, അയ്യോ ഉപ്പ, വായോ നിക്ക് 2 ദിവസം ഇരുന്നിട്ട് പോകാനൊക്കെ വലിയ വീരവാദമൊക്കെ ഇറക്കില്ലേ? കുറച്ചൊക്കെ ഒന്ന് അഹങ്കാരം കുറയ്ക്കുക. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ജോലി ചിലപ്പോ നല്ല ശമ്പളം ഉണ്ടാവായിരിക്കാം, അത് പറഞ്ഞിട്ടേ അഹങ്കരിക്കരുത്, മനസ്സിലായില്ലേ? നല്ലതല്ല ജോലി. പോവാനും വേറെ സമയമൊന്നും വേണ്ട, മനസ്സിലാക്കിയാ നല്ലത്. എന്തൊരു കഷ്ടാണ്.